നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വാശിയേറിയ കൊട്ടിക്കലാശത്തിനും തിരശ്ശീല വീണു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിനം. കുടുംബയോഗങ്ങളും റോഡ് ഷോകൾക്കും വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾക്കും കൊടുമ്പിരി കൊണ്ട പ്രചരണ കോലാഹലങ്ങൾക്കും ശേഷം നിലമ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മഹാസമുദ്രമാക്കി മാറ്റിയ കൊട്ടിക്കലാശത്തിൽ ഇളക്കിമറിച്ച നിലമ്പൂരിൽ കെ-ന്യൂസിന് കാണാൻ കഴിഞ്ഞത് വിജയപ്രതീക്ഷയുമായി നിൽക്കുന്ന UDF ക്യാമ്പിനെയും LDF ക്യാമ്പിനെയുമാണ്. ആവേശം നിറഞ്ഞു നിൽക്കുന്ന UDF സെൻട്രൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് കടന്നുവന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPM വർഗീയത പ്രസംഗിച്ച് വികസന വിഷയങ്ങളിൽ നിന്ന് ഓടിയൊളിച്ചെന്ന് ആരോപിച്ചു. ഞങ്ങൾ 7 ചോദ്യങ്ങൾ ഈ ഗവൺമെന്റിനോട് ചോദിച്ചു. പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് 7 ചോദ്യങ്ങൾ. ഒരാൾ ഉത്തരം പറഞ്ഞിട്ടില്ല, ഉത്തരം പറയാൻ പറ്റില്ല. അതിനുപകരം മുഖ്യമന്ത്രി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെന്താ അത് സംസാരിക്കുന്നത്? ഇതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ചർച്ചയാവണം, പക്ഷെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ ചർച്ച അതല്ല. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ച 7 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിലെ ആക്രമണത്തെ കുറിച്ച് സംസാരിക്കുന്നത്. കാര്യം മനസ്സിലായി, വിഷയം മാറ്റിക്കൊണ്ടുവന്നു നോക്കുക. പച്ചയ്ക്ക് വർഗീയത പറയുക. ഞാനൊരു കാര്യം, ഞാൻ വരുന്ന ജില്ലയെ മതസൗഹാർദ്ദമുള്ള ജില്ലയാണ് മലപ്പുറം. ഞാനിവിടെ വന്നിട്ട് എനിക്കൊരുപാട് ബന്ധുക്കളുള്ള സ്ഥലമാണ്, ഒരുപാട് ബന്ധുക്കളുള്ള സ്ഥലം. വളരെ പണ്ട് മുതലേ ഞാൻ വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജില്ലയാണ് മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ. ആ മലപ്പുറത്തിനെയാണ് ഈ ലോകത്തിന്റെ മുന്നിൽ വികലമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ്, ഇവിടെ മുഴുവൻ കള്ളക്കടത്തുകാരാണ്, ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് ഈ മലപ്പുറത്തെ മുഴുവൻ അപമാനിച്ചു. 1 ഡസൻ പ്രസ്താവന മലപ്പുറത്തിനെതിരായി കൊടുത്ത വിജയരാഘവനെ കൊടുത്ത ചുമതല കൊടുത്ത ഇലക്ഷന്റെ ചുമതല പച്ചയ്ക്ക് വർഗീയത ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ തിരിഞ്ഞടിക്കും. കാരണം മലപ്പുറത്തെ ഏതെങ്കിലും സമുദായത്തെ അപമാനിച്ചതായിട്ടല്ല അവർ കണക്കാക്കുന്നത്, മലപ്പുറത്തെ അപമാനിച്ചതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ അഭിമാനത്തെയാണ്. അവര് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാ. നിങ്ങൾ മലപ്പുറത്താണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മലപ്പുറത്ത് ഏതോ കുഴപ്പം പിടിച്ച സ്ഥലമാണെന്നുള്ള മട്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മലപ്പുറത്തെ അപമാനിച്ചതിനും കൂടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കും. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല പറഞ്ഞു. ഇതുവരെയുള്ള വിലയിരുത്തൽ ഐക്യജനാധിപത്യ മുന്നണി വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഇതുവരെ മുന്നോട്ട് പോയത്. നല്ല പ്രതീക്ഷയല്ല, ഉറപ്പായും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരോഗ്യ ചോദ്യത്തിൽ വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണ്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനദ്രോഹ നയങ്ങളുമായി കൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വർഗീയ കക്ഷികളുമായി UDF ബന്ധം പുലർത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് പിണറായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഇതിനു മുമ്പും LDFും മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യജനാധിപത്യം മുന്നണിക്കൊപ്പമുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനായി അവർ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രമല്ല, അഴിമതി ഒരു ഭാഗത്ത്, കെടുകാര്യസ്ഥത ഒരു ഭാഗത്ത്, മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്, ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ തിരിച്ചടി മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും നൽകും. ആവേശം നിറഞ്ഞു കവിഞ്ഞ കൊട്ടിക്കലാശത്തിൽ വഴിക്കടവിൽ നിന്ന് 2 മണിക്ക് ആരംഭിച്ച UDF റോഡ് ഷോ നിലമ്പൂർ ടൗണിൽ അർബൻ ബാങ്കിന് മുൻവശത്ത് എത്തിച്ചേർന്നപ്പോൾ 4:30 മണിയായിരുന്നു. നിലമ്പൂർ ടൗണിന് ഉൾക്കൊള്ളാനാകാത്തത്ര വൻ ജനക്കൂട്ടത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം യുവ നേതാക്കൾ ആവേശത്തേരിലേറ്റി. ടൗണിന് സെൻട്രൽ ഭാഗത്ത് കേന്ദ്രീകരിച്ച BJPയുടെ കൊട്ടിക്കലാശത്തിന് മാറ്റ് കുറവായിരുന്നു. എന്നാൽ 3 മണിയോടെ ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗം അനുവദിച്ച് കിട്ടിയ LDF പ്രവർത്തകരുടെ കൊട്ടിക്കലാശം ആവേശത്തിന്റെ അല്ലക്കടലായി മാറി. ആയിരക്കണക്കായ ഇടതുപക്ഷ പ്രവർത്തകർ ടൗണിനെ ചുവപ്പണിയിച്ച് നിറഞ്ഞാടി. എന്നാൽ അൻവറിന് കാര്യമായ കൊട്ടിക്കലാശ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ കൊട്ടിക്കലാശമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിൽ ഇടതു വലത് മുന്നണികൾ കട്ടയ്ക്ക് കട്ട നിന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടവിട്ട് പെയ്ത മഴയിൽ കുളിച്ച് UDFന്റെയും LDFന്റെയും വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന
യുവജന നേതാക്കൾ ടൗണിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങളെ DJ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന മ്യൂസിക്കിന്റെ അകമ്പടിയിൽ ആവേശത്തിന്റെ കൊടുമുടിയേറ്റി. 6 മണിക്ക് അവസാനിച്ച കൊട്ടിക്കലാശത്തിന് ശേഷം രാത്രി 8 മണിയായിട്ടും നിലമ്പൂർ ടൗൺ ഗതാഗത കുരുക്കിൽ നിന്നും മോചിതമായിട്ടില്ല. ഇനി ബുധനാഴ്ച കേനൂസ് അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചന വാർത്ത നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിനായി കേനൂസ് ഓൺലൈൻ ചാനൽ തുറക്കൂ. കൊട്ടിക്കലാശം നടന്ന നിലമ്പൂരിൽ നിന്നും കേനൂസിനു വേണ്ടി ക്യാമറാമാൻ ജാബിറിനൊപ്പം ഉമ്മച്ചൻ.